എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുവാൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകൻ. ഉള്ളക്കാലെങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമുണ്ട്. ഉള്ളക്കാലെങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമുണ്ട്. ഉറ്റവ സ്നേഹിത വിട്ടുപോയെന്നാലും മണ്ണിൽ മറഞ്ഞാൽ
രണ്ട് കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കാണാത്തതിനെ തന്നെ നിത്യമായതിനെ നോക്കിക്കൊണ്ടേയിരിക്കണം എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പിറപ്പികളെ വിശ്വാസ ഗോളത്തിലെ രണ്ടു കൂട്ടം ആൾക്കാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ജഡീകൻ, ആത്മീകൻ എന്നീ പേരുകളാണ് അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പറയാൻ പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജഡീക വിശ്വാസികളും ആത്മീക വിശ്വാസികളും, ഈ രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. ജഡീകൻ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മീകൻ കാണാത്തതിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും നശിക്കുന്നതുമാണ്. എന്നാൽ കാണാത്തത് ഒരിക്കലും നശിക്കാത്തതും നിത്യവുമായതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ആത്മീകനായിരിക്കണം. ബാഹ്യമായതിനും നശിച്ചുകൊണ്ടിരിക്കുന്നതിനും വേണ്ടി ഒരിക്കലും പോരാടിക്കൊണ്ടിരിക്കുവാൻ അവൻ താല്പര്യപ്പെടുന്നില്ല. അവൻ്റെ അകക്കണ്ണ് തുറന്ന് അദൃശ്യമായതിനെ കണ്ടുകൊണ്ടാണിരിക്കുന്നത് എന്നുള്ളതാണ് അവൻ്റെ പ്രത്യാശ, അവൻ്റെ ധൈര്യം. കഷ്ടതകളുടെ നടുവിലും തളർന്നു പോകാത്ത ഭക്തൻ പറയുന്നു, ഞങ്ങൾ കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണവും പറയുന്നത്, കാണുന്നത് താൽക്കാലികമാണല്ലോ, കാണാത്തത് നിത്യമായതുമാണ്. ഇവിടെ കണ്ണുകൊണ്ട് കാണുന്നതായി എല്ലാം അനുഭവിച്ച് മടുത്തതുകൊണ്ടല്ല ഈ തീരുമാനം അവർ പറയുന്നതും ആ തീരുമാനം അവർ പ്രഖ്യാപിക്കുന്നതും. കാണുന്നത് താൽക്കാലികമാണെന്ന തിരിച്ചറിവും കാണാത്തതും തങ്ങൾ ആഗ്രഹിക്കുന്നതും തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ നിത്യമായത് അത് തങ്ങൾക്ക് ലഭിക്കും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാകയാൽ തേജസ്സിൻ്റെ നിത്യഗനം അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ശ്രേഷ്ഠകരവുമാണ് എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയതും കൊണ്ടാണ് കാണാത്തതിനെ തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശുദ്ധന്റെ ഹൃദയം അതിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ നോട്ടം അതിലേക്കാണ് അവർ നോക്കുന്നത്. ഇവിടെ എല്ലാവരും കാണുന്നതിലും ആഗ്രഹിക്കുന്നതിലും നോട്ടം വെച്ച് ഹൃദയവും മനസ്സും അതിലുടക്കി ശ്രദ്ധ മുഴുവൻ അതിൽ കേന്ദ്രീകരിച്ചാൽ പിന്നെ ഉയരത്തിലുള്ളതിലോ കാണാത്തവയെക്കുറിച്ചുള്ള ലക്ഷ്യവും ആകാംക്ഷയും ഒട്ടും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയുള്ളതിനെ, നശിച്ചു പോകുന്നതിനെ തന്നെ അതുല്യമായി പ്രിയരെ നാം കാണരുത്, കരുതരുത്. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടില്ലാത്തതും ഇതുവരെ നാം കണ്ടിട്ടില്ലാത്തതുമായ, നമുക്കത് ലഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുമായ, വിശേഷാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കിൽ, ആ വാഗ്ദത്തത്തിൽ നാം വിശ്വസിക്കുകയും ആ വാഗ്ദത്തം പ്രാപിക്കണം, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആ വാഗ്ദത്തം പ്രാപിക്കണം എന്നുള്ള ആ ലക്ഷ്യവും ഒടുക്കിക്കളയാനാവാത്ത ആഗ്രഹവും ആകാംക്ഷയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിലുള്ള ഇവിടം കൊണ്ട് നശിക്കുന്നതുമായ താൽക്കാലികമായതൊന്നും നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തില്ല, നമ്മുടെ മനസ്സിനെ വശീകരിക്കില്ല. നിത്യമായതും നമുക്ക് ലഭിക്കും എന്നുള്ളതുമായ ആ വാഗ്ദത്തത്തിലേക്ക് വല്ലപ്പോഴും ഒന്ന് നോക്കുകയല്ല ചെയ്യേണ്ടിയത്. പിന്നെയോ പൂർവ്വപിതാക്കന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്.
നോക്കിക്കൊണ്ടേയിരിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, കാംക്ഷിച്ചുകൊണ്ടേയിരിക്കണം, എന്നും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കൂടപ്പിറപ്പുകളെ, ഇവിടുത്തെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ, കഷ്ടനഷ്ട പ്രതിസന്ധികളുടെ നടുവിൽ, രോഗദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള പരക്കം പാച്ചിലുകൾക്ക് നടുവിൽ, നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്ന ആ തിരക്കിനിടയിൽ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ടോ? ആ ചോദ്യം നിങ്ങളുടെ മുൻപിൽ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ? ഒരു ആത്മീയന്റെ ജീവിതം അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാനുള്ളതാണ് എന്ന് തിരുവചനം വ്യക്തമാക്കി നമ്മളെ ബോധ്യമാക്കി തരികയാണ്. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. കുടുംബ ഉത്തരവാദിത്വങ്ങളും ജോലി തിരക്കുകളും ഒക്കെ ആവശ്യമായിരിക്കുന്നു. പ്രിയരെ, ഒരു ജീവിത തിരക്കുകളും ജോലിഭാരവും കഷ്ടനഷ്ട രോഗ അവസ്ഥകളും നിങ്ങളുടെ ആത്മീയ ചിന്തകളെ, നിങ്ങളുടെ സ്വർഗീയ കാഴ്ചപ്പാടിനെ മങ്ങിപ്പിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവേശുവിൽ ഏകാഗ്രതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം ആത്മീയം മാത്രമായിരിക്കും. നിങ്ങൾ നോക്കുന്നത് കാണാത്തതിനെ തന്നെ, വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതായ നിത്യമായതിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തിരക്കുകളൊക്കെ താനേ നിങ്ങൾ ഒഴിവാക്കും. എന്നിട്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി തന്നെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കും. നിങ്ങളുടെ മുൻപിലുള്ള കാഴ്ചപ്പാടും താല്പര്യം ആ ഒരു ആത്മീയ ജീവിത നിലവാരം കൈവരിക്കുക. ഇന്ന പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്ത വചന നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, അതിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാണാത്തതിനെ, നിത്യമായതിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുവാൻ, അതിനുവേണ്ടി ആഗ്രഹത്തോടെ, കാംക്ഷയോടെ, വാഞ്ചയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നമുക്കിടയായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ദിവസത്തിനായി, നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കളേവരെയും കർത്താവിൻ്റെ പാദവിടെ സമർപ്പിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ജഡികമായതിനെ, നശിച്ചു പോകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കാതെ കാണാത്തതിനെ തന്നെ, നിത്യമായതിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുവാൻ, ജീവിതയാത്രയിൽ ആ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശ്രദ്ധ പതറിക്കുവാൻ ദുഷ്ടപിശാച് ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട് ഇന്ന് പകലിൽ നിന്റെ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികളും വിടുതലുകളും കൊടുത്ത് മാനിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പശ്ചാത്തലം നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ മാനവീനാമത്തിൽ
കഷ്ടത